കേരളത്തിൽ വളരെ ലിമിറ്റഡ് വണ്ടിയാണ്. പ്രൈസിങ് 17 ലക്ഷം രൂപ. 17 ലക്ഷം രൂപ. വെറും 17 ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ ഒരു Q3 അടക്കുന്നത്. 262 bhp പവറും 550 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന വെഹിക്കിളാണ്. ഈ ഒരു വെഹിക്കിൾ സാധാരണ കേസിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 കൊല്ലത്തെ റോഡ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. 2 കൊല്ലത്തെ റോഡ് ടാക്സ് അടച്ച് മാത്രം പോയാൽ മതി. 15 ലക്ഷം രൂപയ്ക്ക് ഒരു ഓഡി. റോഡിൽ സൈൻ ബോർഡ്സ് കാണാം, ഗ്രീൻ കളറിലൊക്കെ സൈൻ ബോർഡ്സ്. അവിടേക്ക് മാത്രം ഒരു LED ഫോക്കസ് ചെയ്യും. ഇപ്പോൾ അത് 7 സീരീസിൻ്റെ പോലത്തെ രീതിയിലാണ് ആ ഗ്രില്ലും കൂടി. അറിയില്ലേ, നമ്മൾ ഫസ്റ്റ് അല്ല പ്രൈസിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ X1 ഇത്രയും പ്രൈസിങ് കൊടുക്കുന്നുള്ള കമന്റ് വരും. അതെ, 4667 കിലോമീറ്റർ ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു വണ്ടി 2197 കമ്പനി പറയുന്ന മൈലേജ്. 21.97 BH എന്ന് പറഞ്ഞ വണ്ടി ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല, കേരളത്തിൽ എന്തായാലും ഇല്ല. 100% ഇവിടെ തന്നെയുള്ളൂ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും ലക്ഷറി സെഗ്മെന്റ് സീരീസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീ ഓൺ യൂസ്ഡ് കാറിന്റെ ലക്ഷറി സെഗ്മെന്റ് സീരീസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് BR Deluxe കളക്ഷനായിരുന്നു. അപ്പോൾ BR Deluxe തന്നെയാണ് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ Mercedes Benzന്റെ ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലെക്സസിന്റെ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലോ ബഡ്ജറ്റിൽ വരുന്ന വെഹിക്കിൾസ് അടക്കം കാണിച്ചിട്ടുണ്ടായിരുന്നു. 14 ലക്ഷം മുതൽ ലക്ഷറി കാറുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ടും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇനിയും ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. വെൽക്കം ബാക്ക്. അടുത്ത് മെഴ്സിഡീസിൻ്റെ ഒരു C300D AMG യൂണിക്. അഗൈൻ യൂണിക് കളക്ഷൻസ് ഉള്ള ഒരു വണ്ടി. കേരളത്തിൽ വളരെ ലിമിറ്റഡ് വണ്ടിയാണ്. ഇപ്പോൾ പ്രസൻറ്റിൽ വണ്ടി ഇല്ല. ഇത് 2022-23 രജിസ്ട്രേഷൻ C300D എന്ന് പറഞ്ഞ വണ്ടിയാണ്. കാരണം ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ C ക്ലാസിൻ്റെ ഓതൻറ്റിറ്റിക് ആയിട്ട് ഡീസൽ ഒരു പെർഫോമൻസ് വണ്ടിയാണ്. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലിറ്റർ എഞ്ചിനാണ്, 262 bhp പവറും 550 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന വെഹിക്കിളാണ് ഈ ഒരു C300D AMG എന്ന് പറയുന്നത്. ഇത് 0 to 100 എത്താൻ 5.7 സെക്കൻഡ്സ്. വളരെയധികം പാഷനേറ്റ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ AMG എന്ന് പറയാനുള്ള കാരണം 43 AMG, 63 AMG അതൊക്കെ ഈ ഷേപ്പ് തന്നെയാണ്. എഞ്ചിനെ മാറുന്നുള്ളൂ. ഫീച്ചേഴ്സ് ബാക്കി എല്ലാ കാര്യങ്ങളും 90% കോമൺ ആണ്. സാധാരണ ന്യൂ ഷേപ്പാണിത്. C ക്ലാസ് ശ്രദ്ധിച്ചോ അറിയില്ല, നമ്മൾ നേരത്തെ നോക്കിയ സമയത്തൊക്കെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ S ക്ലാസിന്റെ ടൈപ്പുള്ള ഡിജിറ്റൽ ലൈറ്റ്സ് ആണ്, ഹെഡ് ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര പെർഫോമൻസ് യൂണിറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അതിന്റെ ഫ്രണ്ട് ഡിസൈൻ ചെയ്യുന്നത്. എയർ ഡാംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. ഹെഡ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച വണ്ടിന്റെ ഹെഡ്ലൈറ്റും സെയിം S ക്ലാസിന്റെ ഹെഡ്ലൈറ്റ് ആണ്. ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. അപ്പോൾ ഡിജിറ്റൽ പറയുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയി മാറി. ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈവേയിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടിയുടെ ചുറ്റും മാത്രമേ ലൈറ്റ് ഉണ്ടാവുള്ളൂ. ഓടിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അതേപോലെ തന്നെ നമ്മളൊരു കോർണറിങ് ആണെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ കോർണർ ചെയ്ത് പോകും ലൈറ്റ്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റോഡിൽ സൈൻ ബോർഡ്സ് കാണാം, ഗ്രീൻ കളറിലൊക്കെ സൈൻ ബോർഡ്സ്. അവിടേക്ക് മാത്രം ഒരു LED ഫോക്കസ് ചെയ്യും. പിന്നെ നമുക്ക് തീർന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറ് വരികയാണെങ്കിൽ പുള്ളിയുടെ കഴുത്തിൻ്റെ താഴെ ലൈറ്റ് ഉണ്ടാവുള്ളൂ. ഒബ്സ്റ്റക്കിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സെൻസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അതാ പറയാം. C300 എന്ന് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഴ്സിഡീസിനെ സംബന്ധിച്ചോളം അവരുടെ വളരെയധികം കസ്റ്റമേഴ്സ്, വണ്ടീനെ കുറിച്ച് അത്രത്തോളം അറിയുന്ന കസ്റ്റമേഴ്സ് മാത്രമേ ഈ ഓപ്ഷനിലേക്ക് പോകുള്ളൂ. കാരണം ഇത്രയും പെർഫോമൻസ് വണ്ടിക്ക് പോലും കമ്പനി തന്നിരിക്കുന്ന മൈലേജ് 20.37 ആണ് പറയുന്നുണ്ടല്ലേ. അതെ. അപ്പോൾ ഈ ഒരു കസ്റ്റമറിൻ്റെ ഒരു പ്രൊഫൈൽ പറയുകയാണെങ്കിൽ പോലും ഒരു NRI ആണ്, ഓസ്ട്രേലിയയാണ് കസ്റ്റമർ. അപ്പോൾ അത്രത്തോളം വണ്ടീനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ്. കേരളത്തിൽ ഈ വണ്ടി കിട്ടാനില്ല. അത് ഞാൻ പറയാം, BR Deluxe ഒരു യൂണിക്കായിട്ടാണ് കളക്ഷൻസ് എപ്പോഴും നോക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഷേപ്പാണ്. ഒരു കസ്റ്റമേഴ്സ് അണ്ടർ വാറണ്ടിയാണ്, ന്യൂ ഷേപ്പാണ്, തീർച്ചയായിട്ടും. 2022-23 അണ്ടർ വാറണ്ടിയാണ്. എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കും എന്തുകൊണ്ടോ കസ്റ്റമർ കൊടുത്തിട്ടുണ്ടാവുക. പ്രീമിയം കസ്റ്റമേഴ്സ് എപ്പോഴും അവരുടെ 1-2 പ്രീമിയം കാസിൽ കളക്ഷൻസ് നോക്കുന്ന വണ്ടിയാണ്. 4667 കിലോമീറ്റർ ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു വണ്ടി ഇപ്പം നേരത്തെ നോക്കിയാൽ എല്ലാ വണ്ടികൾക്ക് നോക്കി കഴിഞ്ഞാൽ കിലോമീറ്റർ കമ്പാരിറ്റീവ്ലി കുറവാണ്. പലരും പറയാറുണ്ട് കിലോമീറ്റർ എന്തിനാണ് നോക്കണമെന്ന് പറയാറുണ്ട്. കിലോമീറ്റർ നോക്കണം, ഓണർഷിപ്പ് നോക്കണം, ക്വാളിറ്റി നോക്കണം.
അപ്പം BRD ലെക്ചർ സംബന്ധിച്ചോളം ആ യൂണിക്നെസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വണ്ടികൾ നമ്മൾ ചൂസ് ചെയ്ത് നോക്കി നമ്മൾ കൊണ്ടുവരുന്നത്. എനിക്ക് ഇതിൻ്റെ എഞ്ചിൻ ക്യാബിൻ ഒന്ന് തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ക്യാബിനും കൂടി ഒന്ന് നോക്കാം. കാരണം നമ്മൾ നേരത്തെ GLC-യിൽ കാണിച്ച പോലെ തന്നെ വീണ്ടും ഇതാണ് പറയുക, വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ഈവൺ എഞ്ചിൻ ക്യാബിൻ അടക്കം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും നല്ല പെർഫോമൻസ് വെഹിക്കിളും കൂടിയാണല്ലോ. തീർച്ചയായിട്ടും അതായത് ഈ വണ്ടി നോക്കുന്ന ഒരു കസ്റ്റമർ സംബന്ധിച്ചോളം വൺ ഓഫ് ദി പെർഫോമൻസ് ഡ്രീം കാർസ് ഉണ്ട് AMG മെർസിഡീസിന്റെ തന്നെ പെർഫോമൻസ് യൂണിറ്റ് ആണ്. അതിൽ ആ ഒരു 300D എന്ന് പറയുന്നത് ഈ വണ്ടിയും ഒരു C43 AMG 63 AMG കൊണ്ടിട്ടാൽ കസ്റ്റമർക്ക് അത് മനസ്സിലാവില്ല. സെയിം തന്നെയായിരിക്കും. ബാക്കിൽ ബാഡ്ജിങ്ങിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിൽ പല സൈഡിലെ സ്കേർട്സ് ആണെങ്കിലും അലോയ് വീൽസ് ആണെങ്കിലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് AMGക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഓടിക്കുമ്പോൾ തന്നെ അത് ഭയങ്കര ഫീലിംഗ് ആണ്. കാരണം ഒരു കസ്റ്റമർക്ക് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഓട്ടോ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, SOS കോളിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 2 ഫ്രണ്ട് സീറ്റും നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സീറ്റ്സ് മസാജേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 64 ആംബിയൻ ലൈറ്റ്സ് ഉണ്ട്. ഇഷ്ടത്തിനനുസരിച്ച് മീറ്റേഴ്സും നമുക്ക് ഡിസൈൻ ചെയ്യാം. നമുക്ക് അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 11.9 ഇഞ്ചസിൻ്റെ ഒരു വലിയൊരു S ക്ലാസിൻ്റെ സെയിം ആയിട്ടുള്ള മീൻസ് ടച്ച് സ്ക്രീൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയധികം ഭംഗിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു പെർഫോമൻസ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാനും പറ്റും. ഡെയിലി ഡ്രിവൺ കാറും കൂടിയാണ്. ചിലർ ചോദിക്കും ഇത്രയും പെർഫോമൻസ് വണ്ടി ഹൈവേയിൽ ഓടിക്കാൻ പറ്റും. അല്ല, ഡെയിലി യൂസ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വളരെയധികം സഡാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൈലേജും കൂടിയാണ്. കാരണം നല്ലൊരു പെർഫോമൻസ് ആയിരുന്ന ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു ബിലോ 10 ഒക്കെയാണ്. അല്ല ഒരിക്കലും അല്ല. കമ്പനി പറയുന്നത് 20.37 പക്ഷേ കസ്റ്റമേഴ്സിന് കിട്ടുന്ന മൈലേജ് അതിനും കൂടുതൽ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷേ ഇതുവരെ 18 താഴെ ഒരിക്കലും നമ്മൾ ഓടിച്ച് നമുക്ക് കിട്ടിയിട്ട് താഴേക്ക് പോന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഓടിക്കുന്നു പറയുന്ന സ്പീഡ് നമ്മൾ ചെക്ക് ചെയ്യും, നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ആ ഒരു 18 കിലോമീറ്റർ ഒക്കെ എന്തായാലും വണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ മറ്റൊരു യൂണീക്ക് കളക്ഷൻസ് കാറാണ്. എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങൾ? 73 ലക്ഷം രൂപയാണ്. 73 lakhs ആണ് വരുന്നത്. 73 lakhs ആണ് പറഞ്ഞത്. കാരണം പുതിയ ഡിസൈനാണ് വണ്ടി. ഓൾറെഡി മാർക്കറ്റിൽ കേരളത്തിൽ വേറെ എവിടെയും ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, കേരളത്തിൽ ഇല്ലാത്തൊരു കളക്ഷൻ കൂടിയാണ്. അതായത് കളർ വളരെയധികം ചൂസ് ചെയ്ത് കസ്റ്റമേഴ്സ് നോക്കുന്ന ഒരു കളക്ഷനിൽ 10 കാറിൽ നോക്കിയാൽ 10 വണ്ടിയിൽ മെർസിഡീസ് ബെൻസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന വണ്ടിയാണ് C300. ഓക്കെ, അടുത്ത നമ്മള് BMW ബെറിഷ് മോട്ടറിൻ വർക്കേ എന്നാണ് BMW ഫുൾ ഫോം. നമ്മൾ ഓർത്തിരിക്കില്ല ആരും. BMW ഇത് 2022 വണ്ടിയാണോ? 22. അതെ, 22 320 LD ലിമോസിൻ, ഗ്രാൻഡ് ലിമോസിൻ എന്ന് പറയുന്നൊരു സെഗ്മെന്റ് വെഹിക്കിളാണ്. 3 സീരീസിൽ തന്നെ കുറച്ചും കൂടി നമുക്കുള്ളിൽ സ്പേസും കാര്യം കൂടുതലാണ്. ഈ വെഹിക്കിൾ ആകെ ഓടിക്കുന്നത് 7842 കിലോമീറ്റർ ഓടിയിട്ടുള്ള വെഹിക്കിളാണ്. കൂടാതെ 2025 വരെ വണ്ടിക്ക് സർവീസ് വാറണ്ടിയും ഒക്കെ ഉള്ള ഒരു വെഹിക്കിളാണ്. ഓക്കെ, ഇത് ഇപ്പോൾ കറന്റ് ഓണർഷിപ്പ് എങ്ങനെയാ? സിംഗിൾ ഓണറാണ്. ഇത് ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ ആദ്യം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ബാക്കി എല്ലാ വണ്ടിയും നമ്മളെ കേരള രജിസ്ട്രേഷൻ വണ്ടികളാണ് എല്ലാം. ഓക്കെ, എന്നാൽ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത, ഇതൊരു BH ഭാരത് എന്ന് പറയുന്നൊരു രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വെഹിക്കിൾ സാധാരണ കേസിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 കൊല്ലത്തെ റോഡ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. 2 കൊല്ലത്തെ റോഡ് ടാക്സ് അടച്ച് മാത്രം പോയാൽ മതി. പല കസ്റ്റമേഴ്സും ഉണ്ട്, പ്രീമിയം കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ പല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബിസിനസ് ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു മഹാരാഷ്ട്രയിൽ ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഡൽഹി ബിസിനസ് ഉണ്ട്, കേരളത്തിലുണ്ട്, കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അത് 4 കൂടുതൽ സംസ്ഥാനങ്ങളിൽ ബിസിനസ് ഉള്ള ഒരാൾക്ക് പുള്ളിക്കാരന് ഈ വണ്ടി എടുക്കാം, എലിജിബിലിറ്റിയാണ്. കമ്പാരിറ്റീവ്ലി ഒരു KL വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റും വളരെ കുറവാണ്. 52 lakhs വരുന്നുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേക ഹൈലൈറ്റ്. BH ആണ്. നേരത്തെ നമ്മുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ BH എന്ന് പറഞ്ഞ വണ്ടി ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല, കേരളത്തിൽ എന്തായാലും ഇല്ല, 100% ഇവിടെ തന്നെയുള്ളൂ BH വണ്ടി. BH രജിസ്ട്രേഷൻ വരുന്ന ഒരു വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്, BMW. വളരെയധികം എല്ലാവിധം ഫീച്ചേഴ്സും ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ് BMW ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം
അത്രയധികം ഡ്രൈവറിനെ പാഷനേറ്റ് ആളെ സംബന്ധിച്ചോളം പെടുന്നൊരു വണ്ടിയാണ് BMW, എസ്പെഷ്യലി 3 സീരീസ്. വളരെയധികം കംഫർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പോലും നമ്മുടെ BMWൻ്റെ ഒരു ഏറ്റവും യുണീക്കായ ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെയധികം ഓപ്ഷനിലും ഒരുപാട് ഫീച്ചേഴ്സും ലോഡറായിട്ടുള്ള വണ്ടിയാണ് BMW. എസ്പെഷ്യലി കളറ് ബ്ലൂ ആയിട്ട് തോന്നും. ഇത് എനിക്ക് കണ്ടപ്പോൾ ഇത് ബ്ലൂ അല്ല, M സ്പോർട്ടിൽ വരുന്ന കാർബൺ ബ്ലാക്ക് ആണ്. കാർബൺ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറല്ല. പ്രീമിയത്തിൽ മാത്രം 7 സീരീസ് മാത്രം കാണുന്ന ഒരു വണ്ടിയാണ്, കളറാണ്. അതവർ 3 സീരീസിലും കൊടുത്തിട്ടുണ്ട്. യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻസിൽ പെട്ടൊരു വണ്ടിയാണ്, അതും ലോ കിലോമീറ്റർ ഓടിയ വണ്ടി. BMW 3 സീരീസ് വന്നിരിക്കുന്ന ഭാരത് രജിസ്ട്രേഷൻ ആണ്, BH രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. യുണീക്ക് ആയിട്ടുള്ള കളറും അല്ലേ, കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്ന കളറും. ശരിക്കും കാണുമ്പോൾ നമ്മളൊരു ബ്ലൂ കളറൊക്കെ പോലെ തോന്നും. സ്പോർട്ടി കളറാണ്. അതെ അതെ. ഇന്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റൈൻഡ്. ടാൻ കളേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ടാൻ കളേഴ്സ് വരുന്നത്. നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഇതൊക്കെ നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. പിന്നെ പ്രൈസിങ് ഹൈലൈറ്റ് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും 52 lakhs BHന് വരുന്നുള്ളൂ. ഇനി ഒരു പക്ഷേ കസ്റ്റമേഴ്സ് ഇപ്പോൾ പ്രസൻ്റ്ലി ഈ ഒരു കളേഴ്സ്, ഈ ഒരു ഓപ്ഷൻ കിട്ടാൻ കുറച്ചധികം അധികം ഇല്ല. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇപ്പോൾ BH നേരെ കേരള രജിസ്ട്രേഷൻ ആക്കണമെങ്കിൽ ആക്കാനുള്ള ഓപ്ഷനും നമുക്ക് ഇത് പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. റിമൈനിങ് റോഡ് ടാക്സ് മാത്രം പേ ചെയ്താൽ മതി. അതായത് സാധാരണക്കാർക്ക് എടുക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഭാരത് രജിസ്ട്രേഷൻ, BH രജിസ്ട്രേഷൻ വണ്ടി എടുക്കുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇത്രയും നല്ലൊരു പ്രൈസിങ്ങിന് ഈ ഒരു വെഹിക്കിൾ ഇവിടെ അവൈലബിൾ ആണ്, BMWൻ്റെ 3 സീരീസ്. ഇനി നമുക്ക് ഒരു സാധാരണക്കാരനാണെങ്കിൽ നമുക്ക് അത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും വലിയ റേറ്റും കാര്യങ്ങളൊന്നും എമൗണ്ട് വരുന്നുള്ളൂ. ഓക്കെ താങ്ക് യു. അടുത്ത BMW X1 അതെ. ഓക്കെ, ഏതാ മോഡല്? ഇത് 2020 വണ്ടിയാണ്. 2020 സിംഗിൾ ഓണർ തന്നെയാണ്. നമ്മൾക്ക് കാണിച്ചതിൽ ഒട്ടുമിക്ക സിംഗിൾ ഓണർഷിപ്പ്. തീർച്ചയായിട്ടും ഒട്ടമിക്കൊന്നല്ല, നമ്മൾ 10 9 സിംഗിൾ ഓണർ ആയിരിക്കും. ചിലപ്പോൾ ചില വണ്ടി സെക്കൻഡ് ഓണർ വന്നേക്കാം, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സിംഗിൾ ഓണർ. ഇത് 49,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഫുൾ കമ്പനി സർവീസും, എല്ലാ വണ്ടി കമ്പനി സർവീസ് തന്നെയാണ്. ഇതുപോലെ തന്നെ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് ഇതിന്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ചസ്. തീർച്ചയായിട്ടും 2020 സാധാരണ X1 കണ്ടു കാണാൻ റൗണ്ട് ആയിരിക്കും, യൂണിക് ആയിട്ടുള്ള റൗണ്ട് ആയിരിക്കും. പക്ഷെ 2020 നമുക്കകത്ത് ഹെഡ്ലൈറ്റ്സിലും ഫ്രണ്ടിലെ ഈ കാണുന്ന ഗ്രില്ലിലും ചേഞ്ചസ് വന്നു. BMWൻ്റെ തനതായ 3 സീരീസിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലെ ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഏറ്റവും വലിയ ഇപ്പോൾ 7 സീരീസിൻ്റെ പോലത്തെ രീതിയിലാണ് ആ ഗ്രില്ലും കൂടി. തീർച്ചയായിട്ടും ലുക്കിന് മാറി. ഉള്ളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആംബിയൻ കളേഴ്സിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. അതും ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, വയർലെസ്സിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വണ്ടിയാണ്. പിന്നെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കാണുമ്പോൾ ഒരു SUV ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ ഒരു 2 വീൽ ഡ്രൈവ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല മൈലേജാണ്. കമ്പനി പറയുന്ന മൈലേജ് 21-22 കിലോമീറ്റർ, 21.97 കമ്പനി പറയുന്ന മൈലേജ്. 21.97. പക്ഷെ വളരെയധികം കൂടുതൽ മൈലേജ് കിട്ടുന്ന ഡെയിലി ഡ്രിവൺ കാറുകളിൽ ആദ്യമായൊരു പ്രീമിയം കാർ എടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം പുള്ളിക്ക് 100% സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് BMW X1. പക്ഷേ അതിലും പ്രത്യേകതയുണ്ട്. X1 തന്നെ നമുക്ക് പല വർഷങ്ങളായിട്ടുള്ള പല മോഡൽസും ഇന്ത്യയിൽ കിട്ടും. കേരളത്തിലുണ്ട്, കേരളത്തിൽ പുറത്തുണ്ട്. പക്ഷേ നല്ലൊരു X1 എന്ന് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ കസ്റ്റമർ വാങ്ങും, BMW X1 നല്ല വണ്ടിയല്ലേ എന്ന് വാങ്ങും. പക്ഷെ അങ്ങനെ ഒരിക്കലും ഒരു വണ്ടി നോക്കാൻ പാടില്ല. കാരണം ചിലപ്പോൾ ഓണർഷിപ്പ് വളരെ കൂടിപ്പോയിട്ടുണ്ടാവും. നേരത്തെ GLCയിൽ പറഞ്ഞ പോലെ ആ സമയം സംസാരിച്ച അതേ ടോക്കൺ കിലോമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് ഇങ്ങനത്തെ ഒരുപാട് ഡെയിലി ഡ്രിവൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് റഫായിട്ട് ഉപയോഗിച്ചുള്ള വണ്ടിയായിരിക്കാം. പാർട്സ് ഒരുപാടധികം പ്രശ്നങ്ങളുണ്ടാവാം. അതേപോലെ പലതരത്തിലുള്ള ക്ലെയിംസും വന്നു പോയിട്ടുണ്ടാവാം. അതൊന്നും നമ്മൾ BRD എടുക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ പ്രശ്നമൊന്നും കസ്റ്റമർക്ക് ഉണ്ടാകും. വളരെയധികം ഭംഗിയുള്ള, വളരെയധികം BMW എല്ലാവിധ കാര്യങ്ങളും ആഡ് ഓൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ് X1. വീണ്ടും നമ്മൾ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാരണം വെൽ മെയിൻറ്റെയിൻ ആയിട്ട് വണ്ടികൾ തന്നെയാണ് നമ്മളൊക്കെ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓണർഷിപ്പ് വലിയ ഇമ്പോർട്ടൻസ് തന്നെയാണ്. എങ്ങനെയാ പ്രൈസിങ്? ഇത് നമ്മൾ 44 ആണ് ചോദിക്കുന്നത്. 44 lakhs. അതെ. പക്ഷേ X1
ഷേപ്പ് ഫേസ് ലിഫ്റ്റ് ആണ്. ഫേസ് ലിഫ്റ്റ് വന്നു. 2020 തന്നെ പഴയ മോഡൽ ഉണ്ട് കിട്ടാനുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രിൽ, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്, അലോയ് വീല്, ബാക്കിൽ ടെയിൽ ലൈറ്റിൽ ഒക്കെ വ്യത്യാസമുണ്ട്. എല്ലാ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ ഒക്കെ X1 തന്നെയാണ്, പക്ഷേ ഈ ചേഞ്ചസ് ഉണ്ട് വണ്ടിക്കകത്ത്. നമ്മൾ ഫസ്റ്റ് എൻ്റെ പ്രൈസിങ് പറഞ്ഞിട്ടുണ്ട്, അയ്യോ X1 ഇത്രയും പ്രൈസിങ് കൊടുക്കുന്നുള്ള കമന്റ് വരും. അതെ, കാരണം ഇതിനകത്ത് 7S Class 7 സീരീസിന്റെ പോലത്തെ രീതിയിലാണ് അതിന്റെ ഫോഗ് ലാമ്പും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊന്നും പഴയ മോഡൽ ഉണ്ടാവില്ല. X1 എന്ന് മാത്രം നോക്കില്ല, ശരിയാണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി, കാരണം ഗ്രില്ലായാലും എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി പോയി, വണ്ടി തന്നെ മനസ്സിലാത്ത രീതിയിലായി. ഓക്കെ, ലോ ബഡ്ജറ്റിൽ അടുത്തതായി ഓഡി. Audi A4. 2013 വണ്ടി. 2013 ആണ് മോഡൽ എടുക്കുന്നത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, നല്ല കളറാണ്, കളർ വളരെയധികം യുണീക്കാണ്. ഇത് സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും 15 ലക്ഷം രൂപയുള്ളൂ. 15 ലക്ഷം രൂപയ്ക്ക് ഒരു ഓഡി. ഏതായിരുന്നു മോഡൽ പറഞ്ഞത്? 2013 വണ്ടി. 2013 വണ്ടി സ്പോർട്ടാണ് വരുന്നത്. ഓണർഷിപ്പ് ഇപ്പോൾ കറന്റ് സെക്കൻഡ് ആണ് ഓണർഷിപ്പ് വരുന്നത്. 80 സംതിങ് ഓടിയിട്ടുള്ളൂ. ഓക്കെ, 80 സംതിങ്. ഒരു 2013 പറയുമ്പോൾ ഓൾമോസ്റ്റ് 11 വർഷം ആവുന്നു. 86 വർഷം 7000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. നമ്മൾ നേരെ സംസാരിക്കുന്ന 1 കൊല്ലം 2 കൊല്ലം പഴക്കമുള്ള വണ്ടി വിട്ട് നമ്മൾ 10 കൊല്ലത്തേക്ക് വരുമ്പോൾ 1 കൊല്ലം 7000 കിലോമീറ്റർ വരുന്നുള്ളൂ ഓടിയിട്ട്. ടയർ ആയാലും നല്ല പ്രൊഫൈലുള്ള പക്കയാണ് വണ്ടി, പക്കയാണ്. ഒരു ഓഡി എന്ന് പറഞ്ഞാൽ വോക്സ്വാഗൻ കമ്പനിയുടെ കീഴിലാണ് വരുന്നത്. ഒരു പോളോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഔഡിയെ സംബന്ധിച്ചോളം ധൈര്യം ചിന്തിക്കാം. പലരും കൺഫ്യൂഷൻസ് ആണ്, പ്രീമിയം കാർ വളരെ കോസ്റ്റ്ലി ആണോ എന്നുള്ളത്. എന്നാൽ കോസ്റ്റ്ലി അല്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഈ വണ്ടികളെല്ലാം നമ്മുടെ റോഡിൽ ഇത്രയധികം വണ്ടികൾ പ്രീമിയം കാണുന്നത്. കോസ്റ്റ്ലി അല്ല. അതിൽ പെട്ട വണ്ടിയാണ് Audi A4, പിന്നെ ഓഡിയുടെ തന്നെ Q3 ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാരണം A4 ഒരു സെഡാൻ ടൈപ്പ് വെഹിക്കിളാണ്. Q3 വരുമ്പോൾ ഓൾ വീൽ ഡ്രൈവ് ഫോർ വീൽ വെഹിക്കിളാണ്. അപ്പം അതിൻ്റെതായ വ്യത്യാസം 2 വണ്ടിക്കകത്ത് വരുന്നുണ്ട്. ഓക്കെ, Audi Q3. ഇതൊരു 2013-14 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ. ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷോറൂമിൽ വെച്ചിട്ട് വളരെയധികം പറയേണ്ട കാര്യം, 1,36,000 കിലോമീറ്റർ ഓടി വെഹിക്കിളാണ്. ഫുൾ കമ്പനി സർവീസ്. പലവരെയും ഒരു ചോദ്യമാണ്, പ്രീമിയം കാർക്ക് 1 ലക്ഷം ഓടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിന് ഏറ്റവും തെളിവാണ് 1,36,000 കിലോമീറ്റർ ഓടി വണ്ടി. യെസ്, ഇതിനെ ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടർ യൂസ്ഡ് വെഹിക്കിളാണ്. ഈ വണ്ടി വാങ്ങുന്ന കസ്റ്റമർ ഒന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്ത് പുതിയതായിട്ട് സിംഗിൾ ഓണർഷിപ്പ്. 1 ലക്ഷത്തി ചില കിലോമീറ്റർ ഓടിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഫുൾ മെയിൻറ്റെയിൻഡ്. ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2013-14 വണ്ടികൾ കാണുമ്പോൾ പൊതുവേ കാണുന്ന ഒരു പ്രത്യേകത സാധാരണ നോർമൽ സൺറൂഫാണ് കാണാം. എന്നാൽ ഈ വണ്ടിക്ക് പ്രത്യേകതയുണ്ട്. ഇതിന് ഇൻറ്റീരിയർ മൊത്തം ബ്ലാക്കാണ്, അത് കാണാൻ പാടായിരിക്കും. അതേപോലെ പനോറമിക് സൺറൂഫാണ് വരുന്നത്. ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ്. യെസ്, അതും മാത്രമല്ല കോർത്തോ എന്ന് പറയുന്ന വളരെയധികം സ്പെഷ്യൽ ചെയ്ത ഓഡിയുടെ 4 വീൽ ഡ്രൈവ് എന്ന് പറയുന്ന ടെക്നോളജി ആഡ് ഓൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. റോഡിൻ്റെ ടെറൈൻ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു വെഹിക്കിളാണ്. ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ റിയൽ ടൈം ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ കൂടിയും റോഡിൻ്റെ ടെറൈൻ അനുസരിച്ച് 80-20, 20-80, 90-10 എന്ന രീതിയിലൊക്കെ സ്വിച്ച് ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് ഓഡി. ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം നമ്മൾ പ്രീമിയം സംസാരിക്കുമ്പോൾ Audi, BMW, മെർസിഡീസ് ബെൻസ് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോവുക. പ്രീമിയത്തിൽ എൻ്റർ ചെയ്യുന്ന ആൾക്ക് എപ്പോഴും സജസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മോഡലുകളിൽ ഒരു മോഡലാണ് Audi Q3. നമ്മുടെ എല്ലാ കളക്ഷനും അങ്ങനെയാണ്. ഒരു കസ്റ്റമറെ വ്യക്തികളെ കണ്ടിട്ടാണ്, സെറ്റ് ഓഫ് ക്ലാസ് ഓഫ് വ്യക്തികൾ. ആ വ്യക്തിക്ക് ഒരു വണ്ടി വാങ്ങിച്ച് ആ വ്യക്തി വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ എന്ന ചിന്തയിലൊക്കെയാണ് നമ്മളൊരു വണ്ടി നമ്മൾ ഇവിടുന്ന് ഡെലിവറി കൊടുക്കുന്നത്. അതുപോലെ തന്നെ സർവീസിൻ്റെ കാര്യം ചോദിക്കുകയാണ്, ഇപ്പോൾ 1 lakh കിലോമീറ്റർ നമുക്കൊരു മേജർ സർവീസ് വരുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ട് കസ്റ്റമർ വാങ്ങിച്ച് വെറുതെ ഓടിക്കുക. ഒരു 10,000 കിലോമീറ്ററിൽ നമ്മൾ സർവീസ് ചെയ്താൽ മതി. അത് നോർമൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിസ്സാര എമൗണ്ട്. ഒരു പോളോ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റ് ഒക്കെ തന്നെയാണ് ഓഡിക്ക് വരുന്നത്. അത് Q3 ആയതുകൊണ്ടോ A4 ആയതുകൊണ്ടോ ആ ഒരു വ്യത്യാസമൊന്നും ഇല്ല, ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. പ്രൈസിങ് 17 ലക്ഷം രൂപ. 17 ലക്ഷം രൂപ. വെറും 17 ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ ഒരു Q3 അടക്കുന്നത്, ഓഡിയുടെ Q3 അടക്കുന്നത്. അതും വെൽ മെയിൻറ്റൈൻ ആണ്. 1 ലക്ഷത്തിൻ്റെ മേലെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ
സിംഗിൾ ഓണർഷിപ്പാണ്. ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. 1 lakhിൻ്റെ മേജർ സർവീസും എല്ലാം കഴിഞ്ഞാണ്. പക്ക ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം കൂട്ടിച്ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ 1,36,000 കിലോമീറ്റർ ഓടിയെന്ന് പറയുമ്പോൾ പൊതുവേ ഇപ്പോൾ ചെറിയ വണ്ടി ആണെങ്കിലും പ്രീമിയം ആണെങ്കിലും 5-6 ഓണർഷിപ്പ് ആയിട്ടുണ്ടാവും. ഇതൊരു സിംഗിൾ ഞാനതാണ് ആലോചിച്ചത്. കാരണം 1,36,000 കിലോമീറ്റർ ഒരു ഓടിയ വണ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റി എപ്പോഴും ക്വാളിറ്റി ആയിരിക്കും. ഞാൻ വിചാരിച്ച് സത്യം പറഞ്ഞ ഒരു 3ന്റെ മേലെ എന്തായാലും ഞാൻ വിചാരിച്ചാണ് 3rd ഓണർഷിപ്പോ 4th ഓണർഷിപ്പ് ഒക്കെ ആയിരിക്കും വിചാരിച്ചത്. അത് സിംഗിൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. തീർച്ചയായിട്ടും അപ്പോൾ ഇത്രയും അധികം നല്ല കളക്ഷൻസ് ഉള്ളൊരു ഇതാണ്. എല്ലാ തരത്തിലും കസ്റ്റമേഴ്സും നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് പല കസ്റ്റമർ വിചാരം അയ്യോ പ്രീമിയം എടുക്കണമെങ്കിൽ ഒരു 30 ലക്ഷം വേണം, 35 ലക്ഷം വേണം, അങ്ങനെയില്ല. 12 ലക്ഷം രൂപ തൊട്ട് മേലേക്ക് വണ്ടികൾ BRD Luxeൽ കിടപ്പുണ്ട്. കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ വളരെയധികം ഓപ്റ്റ് ചെയ്യുന്ന നല്ല നല്ല കളക്ഷൻസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒന്ന് കാണിച്ച കളക്ഷൻസ് തന്നെ എനിക്ക് തോന്നുന്നു 14 ലക്ഷം മുതൽ അങ്ങോട്ടേക്ക് ഏകദേശം എത്ര ലക്ഷം വരെയുള്ള 1 CR വരെ വണ്ടികൾ 1 CR വരെയുള്ള വണ്ടികൾ നമ്മൾ ഏകദേശം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ 14 ലക്ഷം തൊട്ട് ഈവൻ ലോ ബഡ്ജറ്റുള്ള വണ്ടികൾ വരെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കാണിച്ച 3-4 വെഹിക്കിൾസും ലോ ബഡ്ജറ്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള യുണീക്ക് ആയിട്ടുള്ള വെഹിക്കിൾസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം ഒരു 10-12 വണ്ടീൻ്റെ അടുത്ത് നമ്മൾ കാണിച്ചില്ലേ. തീർച്ചയായിട്ടും ലോ ബഡ്ജറ്റുള്ള ഒരുപാട് വണ്ടികൾ കാണിച്ച്, യുണീക്ക് ആയിട്ടുള്ള മെർസിഡീസിന്റെ ഒരുപാട് കളക്ഷൻസ് കാണിച്ച്, നമ്മൾ അതുപോലെ തന്നെ വണ്ടിക്കിന്റെ യുണീക്ക് എന്തൊക്കെയാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് ഡ്യൂറേഷൻ കൂടിയാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്രയും നല്ലൊരു യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രൈസിങ് വരുന്നത് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രൈസിങ് ഇത്രയാണോ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ്. കാരണം എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത്. വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള വണ്ടികളാണ് നമ്മളൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നമ്പർ കൊടുക്കുന്നതിൽ കാറ്റലോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാം ആ നമ്പറിൽ കസ്റ്റമർക്ക് വേണ്ട വാട്സപ്പിൽ പോയാൽ കളക്ഷൻസ് കാണാം, എല്ലാം കാണാം. കറണ്ടിലുള്ള സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഷോറൂമിലേക്ക് ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ്. പലരും ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഷോറൂമിൽ വന്നാൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക, ആ സംവിധാനം ഒന്നും ഇവിടെ ഇല്ല. നമ്മുടെ ഷോറൂമിൽ വരണം, നമ്മുടെ വണ്ടികൾ കാണണം, നമ്മുടെ കളക്ഷൻസ് കാണണം. ഇവിടെയുള്ള ഓരോരുത്തരും വണ്ടിയെ കുറിച്ച് വ്യക്തമായിട്ട് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കും. കാരണം ഈ ഷോറൂമിൽ വന്ന് കാണുമ്പോഴാണ് ഇവിടെയുള്ള കളക്ഷൻസ്. പലർക്കും തോന്നലുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കേണ്ടി വരും, അങ്ങനെ ഒന്നുമില്ല. ഷോറൂമിലേക്ക് വരാം, എല്ലാവരും വരാം. നമ്മുടെ ഷോറൂം കളക്ഷൻ, ഷോറൂമിന്റെ എക്സാക്ട് ലൊക്കേഷനും കൂടി ഒന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് പറയാന്ന് വെച്ചാൽ പാലേക്കര ടോൾ പ്ലാസയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. തൃശ്ശൂർ പാലേക്കര ടോൾ പ്ലാസയുടെ തൊട്ടടുത്ത് തന്നെ വരുന്നത്. നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് നേരെ BRD Luxe അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗൂഗിൾ കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കേരളത്തിന്റെ എവിടെയായാലും നിങ്ങൾ വന്നോളുക, കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഷോറൂമിൽ വന്നുള്ള എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. കാരണം എനിക്ക് പേഴ്സണലി അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായിട്ടും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ നിന്ന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്കൊരു ഇടവേളയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.